എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാറ്റുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന്? എന്നാൽ ഞാൻ പറയാം. അതിനു മുമ്പേ ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോക്ക് ഒരു ലൈക്കും. അന്തരീക്ഷ വായുവിന്റെ ചലനമാണ് കാറ്റ്. വായുവിന്റെ ചലനത്തിലുള്ള മുഖ്യ കാരണം അന്തരീക്ഷ താപനിലയിലും മർദ്ദത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ചൂട് പിടിക്കുമ്പോൾ വായു വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. അപ്പോൾ തണുത്ത വായു ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നു. ഈ ചലനമാണ് കാറ്റ്. ഭൂമിയുടെ താപനിലയനുസരിച്ച് വ്യാപാരമായ പ്രത്യേക കാറ്റുകളും പ്രാദേശികമായ മറ്റു തരം കാറ്റുകളുമുണ്ട്. മധ്യരേഖാ പ്രദേശത്തെ താപനില ഏറ്റവും ഉയർന്നതാകയാൽ അവിടെ നിന്ന് ചൂടുപിടിച്ചുയരുന്ന വായു ഇരുവശത്തേക്കും ധ്രുവങ്ങളെ ലക്ഷ്യമാക്കി വീശുന്നു. എന്നാൽ 30 അക്ഷാംശം സഞ്ചരിക്കുമ്പോഴേക്കും താപനില കുറയുന്നതിനാൽ അവയുടെ ഗതി മന്ദീഭവിക്കുകയും തിരിച്ചു വരികയും ചെയ്യുന്നു. മധ്യരേഖയ്ക്ക് ഇരുവശമായി ഇങ്ങനെ ചുറ്റിയടിക്കുന്ന കാറ്റിനെ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നു. ഇതുപോലെ വാണിജ്യവാദങ്ങളുടെ പരിധിയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് വീശുന്ന മിതോഷ്ണ കാറ്റുകളും ധ്രുവക്കാറ്റുകളും ഉണ്ട്. കാറ്റിന്റെ ശക്തി ശൂർജനം ചെയ്താൽ ഊർജ പ്രതിസന്ധിക്ക് നല്ലൊരു പരിഹാരമാകും. കാറ്റാടിയന്ത്രവും പായക്കപ്പലും മറ്റും പണ്ടു മുതൽക്കേ കാറ്റിന്റെ ശക്തി ഉപയോഗിക്കാനുള്ള ഉപായങ്ങളാണ്. ഇവയ്ക്ക് പുറമെ പർവ്വതങ്ങളുടെയും മരുഭൂമികളുടെയും സാന്നിധ്യം മൂലം ഉടലെടുക്കുന്ന മറ്റു പ്രാദേശിക കാറ്റുകളുമുണ്ട്. ഏത് ദിശയിൽ നിന്ന് വീശുന്നു എന്നതനുസരിച്ച് പലപ്പോഴും കാറ്റുകൾക്ക് പേരിടാറുമുണ്ട്. തെക്കൻ കാറ്റ് തെക്കിൽ നിന്നുള്ളതാണ്, വടക്കൻ കാറ്റ് വടക്കിൽ നിന്നുള്ളതും. ഇങ്ങനെ കരക്കാറ്റും കടൽക്കാറ്റുമുണ്ട്. അപ്പോൾ എങ്ങനെയാ? ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും മറക്കല്ലേ. കൗതുകരമായ വീഡിയോയുമായി വീണ്ടും കാണാം.